السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നമ്മുടെ പണ്ഡിതരോടും നേതാക്കളോടും കൂടെ മുത്തുനബിയുടെ പിന്നിലായി സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സദസ്സ് നമ്മളെല്ലാവരും നന്നാവാൻ അള്ളാഹു കാരണമാക്കി തരുമാറാകട്ടെ. ഈ പള്ളിക്ക് വേണ്ടി, ഈ സ്ഥാപനത്തിന് വേണ്ടിയൊക്കെ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ട് വിട പറഞ്ഞു പോയവരുടെ ഖബറിലേക്ക് അള്ളാഹു ഈ സദസ്സിൻ്റെ മിസ്ലായ സവാബിനെ എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അഭിവന്ദരായ ഉസ്താദന്മാർ, പ്രിയപ്പെട്ട നേതാക്കന്മാർ, കാരണവന്മാർ, മുത്തഅല്ലിമീങ്ങൾ, അൽഹംദുലില്ലാ വളരെ പ്രൗഢമായ സദസ്സിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നല്ല മൂല്യമുള്ള നസീഹത്തുകൾ നമ്മൾ ആവർത്തിച്ചു കേട്ടുകൊണ്ടേയിരിക്കുന്നു. ഇനിയും വന്യരായ പേരോട് ഉസ്താദിൻ്റെ നസീഹത്ത് നമ്മിലേക്ക് എത്താനുണ്ട്. എല്ലാം ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ നമ്മൾ 6 വർഷം മുമ്പാണ് ഈ ദർസ് ആരംഭിച്ചത്. പള്ളി ദർസായി തന്നെ മഞ്ചേരിയിൽ 4 വർഷം പ്രവർത്തിച്ച് പിന്നീട് അവിടെ വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ പല ആളുകളുടെയും അടുത്ത് ചെന്ന് ഒരു സംവിധാനം വേണമെന്ന് ആവശ്യപ്പെട്ടു. നമ്മുടെ സിറാജ് പത്രത്തിൽ തന്നെ 2 തവണ ആളില്ലാതെ പൂട്ടിക്കിടക്കുന്ന വല്ല സ്ഥാപനം ഉണ്ടോ എന്ന് ഞങ്ങൾ ആവർത്തിച്ച് പരസ്യം ചെയ്തു. പുതിയൊരു സ്ഥാപനം ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. ഒരു പരിഹാരവും എത്താതിരുന്നപ്പോഴാണ് വന്യരായ സുൽത്താനുൽ ഉലമയുടെ അടുത്ത് ചെന്ന് ഈ വിഷമം പറഞ്ഞപ്പോൾ, സുഖമില്ലാതാവുന്നതിൻ്റെ മുമ്പാണ് ആ വിഷമം പറഞ്ഞത്. അന്ന് ഉസ്താദ് പല ഓപ്ഷനുകളും പറഞ്ഞു. പിന്നെ ഉസ്താദിന് സുഖമില്ലാതായപ്പോൾ അതങ്ങനെ പോയി എന്ന് നമ്മൾ കരുതിയതാണ്. പക്ഷേ സുഖമായി കുറച്ചൊക്കെ ഒരു ആഫിയത്തിലേക്ക് വന്നപ്പോൾ തന്നെ ഉസ്താദ് വിളിപ്പിച്ചു. ഒരു പള്ളി കരിപ്പൂരിൽ നമുക്ക് ഏൽപ്പിച്ചു തന്നു. ഞാൻ നോക്കുകയാണ്, ഉസ്താദും നമ്മളുമായുള്ള ആ ഒരു അകലം നോക്കുമ്പോൾ, നമ്മൾ മർക്കസിൽ പഠിച്ചെങ്കിലും എന്തോ പേടി കൊണ്ടോ ഉസ്താദുമായി വല്ലാതെ ബന്ധപ്പെട്ടിരുന്നില്ല. പക്ഷേ നമ്മെ ഒരു ദർസ് എന്ന ഒരു വിഷയത്തിൽ ഉസ്താദ് എത്ര നമ്മെ ചേർത്ത് പിടിക്കുന്നു എന്ന് അനുഭവപ്പെടുന്ന ഒരുപാട് സാഹചര്യങ്ങൾ പിന്നീടുണ്ടായി. അതാ വലിയൊരു മനുഷ്യൻ്റെ വിശാലമായ മനസ്സ് അള്ളാഹു അവിടുത്തേക്ക് ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ ഓരോ സമയവും വല്ലാത്ത പരിഗണന, പ്രത്യേകിച്ച് ഈ പള്ളിയിലേക്ക് എത്തുന്നതും ഉസ്താദ് മുഖേന തന്നെയാണ്. ഉസ്താദ് ഇത് ദർസ് മുടങ്ങിപ്പോകരുത്, അതിന് വിഷമം വരരുത് എന്ന് അതിയായി ആഗ്രഹിക്കുകയും വല്ലാതെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ ആ മഹാമനീഷിയെ ഈ സദസ്സിൽ ഓർക്കാതിരിക്കാൻ വഴിയ അള്ളാഹുവെ ഒരുപാട് കാലം അവിടുത്തെ തണൽ ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. ഞാൻ പറഞ്ഞതുപോലെ 4 വർഷം കഴിഞ്ഞ് കരിപ്പൂരിൽ ഇപ്പോൾ 2 വർഷം പൂർത്തിയാക്കി. ഇപ്പോൾ 6 വർഷം ടോട്ടൽ കഴിഞ്ഞു. ഹാഫിളുകൾക്ക് വേണ്ടിയുള്ളൊരു സംവിധാനമായിട്ടാണ് നമ്മളിത് തുടങ്ങിയത്. ഈ മുന്നിലുള്ള 2 സൊഫീഫിൽ പഠിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ ബാക്കിലുള്ള മുഴുവൻ 95% ഖുർആൻ മനപ്പാഠം പൂർത്തിയാക്കിയവരാണ്. ഖുർആൻ മനപ്പാഠമാക്കി എല്ലാ ദിവസവും സുബഹിക്ക് ശേഷം ഞങ്ങൾക്ക് ഒരു ജുസ് കാണാതെ ഓതിത്തരുന്ന കുട്ടികളാണ് അതിൻ്റെ പിന്നിലുള്ളവർ. അവർക്ക് വേണ്ടിയുള്ള പ്രത്യേക സംവിധാനമായിട്ടാണ് ഇത് തുടങ്ങിയത്. പല സ്ഥാപനങ്ങളിൽ നിന്ന് ഹിഫ്ള് പൂർത്തിയാക്കി കുട്ടികൾ വരുമ്പോൾ എന്തോ ചില അപാകതകളൊക്കെ പല കുട്ടികളുടെ കയ്യിലും ഹിഫ്ള് വേണ്ട രൂപത്തിലാകുന്നില്ല എന്ന് തോന്നിയപ്പോഴാണ് നമ്മൾ തന്നെ സ്വന്തമായൊരു ഹിഫ്ള്, പ്രത്യേകമായൊരു കരിക്കുലം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തുടങ്ങിയത്. ആ കരിക്കുലം അനുസരിച്ച് മുന്നോട്ട് പോകുന്ന വിദ്യാർത്ഥികളാണ് ഇവിടെ ഹിഫ്ളിന് പഠിക്കാൻ വരുന്നത്. എന്ന് പറഞ്ഞാൽ 4 വർഷം കഴിഞ്ഞ് 1 വർഷം SSLCയും കഴിഞ്ഞ് 3 ദിവസം കൊണ്ട് 30 ജുസ് കാണാതെ ഓതിത്തരുന്നവർക്ക് മാത്രമാണ് ഹിഫ്ളിൻ്റെ സനത് ഇവിടുന്ന് കൊടുക്കുന്നത്. ഒരു കുട്ടി പഠിക്കാൻ വേണ്ടി വന്നാൽ, ഹിഫ്ളിലേക്ക് വന്നാൽ, ആദ്യത്തെ 4 മാസം ഹിസ്ബ് മാത്രം കൈകാര്യം ചെയ്ത്
തജ്വീദിൻ്റെ എല്ലാ നിയമങ്ങളും ഖായിദത്തുൻ നൂറാനിയ എന്ന കിതാബ് വെച്ച് പഠിപ്പിച്ച് അക്ഷരങ്ങൾ പഠിപ്പിച്ചതിന് ശേഷം പഠിച്ച തജ്വീദ് അനുസരിച്ച് 10 ജുസ് നമുക്ക് കണ്ട് ഓതി തന്നതിന് ശേഷമാണ് ഹിഫ്ള് പ്രക്രിയ ആരംഭിക്കുന്നത്. ഇത് തന്നെ ആദ്യം തുടങ്ങുന്ന ഹിഫ്ള് സബഉൽ മുൻജിയാത്ത് പഠനമാണ്. അപ്പോൾ ഒരു കൊല്ലം പൂർത്തിയാകുമ്പോൾ ഹിഫ്ള് കഴിയുന്നില്ല എന്ന് തോന്നി തിരിച്ചു പോകുന്ന കുട്ടിക്ക് ഖിറാഅത്ത് ശരിയായി, അവന് സബഉൽ മുൻജിയാത്ത് കിട്ടി, ചിട്ടകളും കാര്യങ്ങളും ഇതിൻ്റെ പ്രാരംഭ പഠനങ്ങളൊക്കെ അതിലൊരു കോർവയുണ്ട്. ഇത് മുഴുവൻ ശരിയാക്കിയിട്ടാണ് ഒരു കുട്ടി തിരിച്ചു പോകുന്നത്. അതുപോലെ പുതിയ കാലത്തെ ഹിഫ്ളിലെ വലിയൊരു വെല്ലുവിളിയാണ്, നമ്മൾ ഗൗരവത്തിലെടുക്കേണ്ട ഒരു പ്രശ്നമാണ് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഹിഫ്ള് പഠിക്കുന്ന കുട്ടിക്ക് മദ്രസ വിദ്യാഭ്യാസം ലഭിക്കുന്നില്ല എന്നത്. അതിൻ്റെ വിഷമം +1 കുട്ടി കിതാബ് ഓതാൻ വരുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജാമിയത്തുൽ ഹിന്ദ് സിലബസുമായി പൊരുത്തപ്പെടാൻ ചെറിയൊരു പ്രയാസവും അവിടെ ഒരു റിക്വസ്റ്റൊക്കെ കൊടുത്ത് നമ്മൾ കാത്തിരിക്കുകയാണ്. കാരണം 5 മുതൽ 10 വരെ മദ്രസ വിദ്യാഭ്യാസം കിട്ടാത്തവരാണ് ഹിഫ്ള് പൂർത്തിയാക്കി വരുന്നവർ. ഇതിന് പരിഹാരം വേണം. ഇതൊക്കെ ബാലൻസ് ചെയ്തുകൊണ്ടുള്ളൊരു കരിക്കുലം നമ്മൾ രൂപപ്പെടുത്തി മദ്രസ വിദ്യാഭ്യാസം കൃത്യമായി കിട്ടുന്നു, ഹിസ്ബ് കൃത്യമായി ലഭിക്കുന്നു, പേരിനൊരു ഹാഫിളാവാതെ. അപ്പോൾ ഹിഫ്ള് പൂർത്തിയാക്കിയ 3 ദിവസം കൊണ്ട് എങ്ങനെ 30 ദിവസം ഓതും എന്ന് ചോദിച്ചാൽ താഴെ തട്ടിൽ തന്നെ കൃത്യമായ ആസൂത്രണത്തോടെ വന്നാൽ ഏതൊരു കുട്ടിക്കും ഓതാൻ കഴിയും എന്നാണ് അതിൻ്റെ മറുപടി. അപ്പോൾ ഒരു ക്ലാസ്സിൽ 13 കുട്ടികളെ പാടുള്ളൂ. ഒരു ഉസ്താദിന് ഒരുപാട് സമയം ആ കുട്ടികളുമായി ബന്ധപ്പെടാൻ ലഭിക്കേണ്ടതുണ്ട്. കൃത്യമായൊരു ആസൂത്രണം ഉണ്ടായാൽ അങ്ങനെ അത്ര സുതാര്യമായ ഹിഫ്ളുകൾ 25 ക്യാമ്പസുകൾ വരുന്ന നോമ്പോടുകൂടെ നമ്മുടെ കരിപ്പൂർ സുഫത്തുൽ ഹുഫാദിൻ്റെ ബ്രാഞ്ചുകളായി രൂപപ്പെടുത്തിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു. നമ്മൾ കരിപ്പൂരിൽ അവിടെ ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ടാണ് അൽഹംദുലില്ലാ ജലാലിയിൽ വന്നത്. ഇവിടെ ഇനി ഇംഗ്ലീഷ് മീഡിയം വിത്ത് ഹിഫ്ള് ആഗ്രഹിക്കുന്ന കുട്ടികളെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ കമ്മിറ്റിയോട് നമ്മുടെ ആഗ്രഹം പറഞ്ഞു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കബൂലാണെങ്കിൽ അൽഹംദുലില്ലാ ഇതിങ്ങനെ വളർത്തി കൊണ്ടുപോകാം. എത്ര കുട്ടികളെയും എത്തിക്കാൻ അത്രയും അഡ്മിഷൻ ഈ സ്ഥാപനത്തിലുണ്ട്. സൗകര്യമില്ലാത്തത് കൊണ്ട് മാത്രം ഒഴിവാക്കി വിടുന്നതാണ്. പരിസരത്ത് ഇപ്പോൾ ഉമർ ഉസ്താദ് ഇവിടെ വന്നിട്ടുണ്ട്, പൊന്നാടൊരു സ്ഥാപനം നമ്മുടെ ഏറ്റെടുക്കാൻ പറഞ്ഞു. അവിടെയും ഈ കരിക്കുല പ്രകാരം കുട്ടികളെ നിർത്താൻ ഉദ്ദേശിക്കുന്നു. ഇൻഷാ അല്ലാഹ് റഹ്മത്തുള്ള ഉസ്താദ് ഇതിൻ്റെ പ്രസിഡൻ്റാണ്. പ്രസിഡൻ്റ് എന്ന നിലക്ക് ഒരു ക്ലാസ്സൊക്കെ ആയിട്ട് നമ്മളെ കരിപ്പൂരുമായിട്ട് അങ്ങനെ ബന്ധപ്പെട്ടൊന്ന് കണക്ട് ചെയ്താൽ ഹിഫ്ള് പൂർത്തിയാകിയ കുട്ടികളെ ദൗറയും ദഅവയുമായി പഠിക്കുന്ന കുട്ടികളുമായി ബന്ധപ്പെട്ട് വിപുലീകരണവും ഇതിൻ്റെ വികസനവും ഇനി അള്ളാൻ്റെ കയ്യിലാണ്. ബാക്കി അള്ളാൻ്റെ തൗഫീഖാണ് ഇവിടെ കൂടിത്തരേണ്ടത്. അങ്ങനെ കോർത്ത് മുന്നോട്ട് പോയാൽ ഞാൻ മനസ്സിലാക്കുന്ന ഇവിടെ ഇഖ്ലാസിൻ്റെ ഒരു നിയന്ത്രണം ഇവിടെയുണ്ട്. ഞാനിവിടെ സ്ഥാപനം കാണാൻ വന്ന അന്ന് ബഹുമാനപ്പെട്ട ബഷീർ മാഷുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്കൂളിൽ സ്വലാത്ത് ചെല്ലുകയാണ്. ആ സ്വലാത്ത് കുട്ടികൾ ഒന്നിച്ച് ചെല്ലുന്നത് കണ്ടപ്പോൾ തന്നെ അദ്ദേഹം കണ്ണീരൊലിപ്പിച്ച് ഇതാണ് നമ്മുടെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കി. പരസ്പരം വിഷമങ്ങളൊന്നുമില്ല, ഇഖ്ലാസാണ് നമ്മുടെ അടിത്തറയെങ്കിൽ. ഞാൻ ഓർക്കുകയാണ് ഇവിടെയുള്ള നാട്ടുകാരോടൊക്കെ പറയുക, ഇത്രയും കുട്ടികൾ എല്ലാവരും ചോദിക്കേണ്ട 250ഓളം കുട്ടികളെ എങ്ങനെ മാനേജ് ചെയ്യുന്നു? ഞങ്ങൾ വണ്ടി എടുത്ത് എങ്ങോട്ടും പിരിവിന് പോകാറില്ല. പക്ഷെ അന്ന് സുൽത്താനുലമ അവിടുത്തെ നാവ് കൊണ്ട് പറഞ്ഞു, പലരും പറഞ്ഞു കരിപ്പൂര് പോകേണ്ട ഒരു വെള്ളം പോലും അവിടെ കിട്ടൂല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങളും ആശങ്കയിലായിരുന്നു. നമ്മൾ സ്വന്തമായിട്ട് നടത്തിയിട്ടില്ല, അതുവരെ നിർബന്ധിതരായി നടത്തിയതാണ്, ഒരു മഹലിൽ കിട്ടാത്തത് കൊണ്ട്. ഉസ്താദിൻ്റെ ആ വാക്ക് അർത്ഥമാക്കുന്ന വിധം നമുക്കൊരു വണ്ടിയെടുത്ത് കുറേ റിസീവർമാരെ വെച്ച് നടക്കേണ്ട ആവശ്യം ഒന്നും ഉണ്ടായിട്ടില്ല. പല ആളുകൾ ആ സമയമാകുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ ഭംഗിയായി നടന്നു പോകുന്നു, എല്ലാം ഭംഗിയായി നടക്കുന്നു. ഓരോ വർഷവും വികസനങ്ങൾ അവിടെ നടക്കുന്നു. ഇവിടെയുള്ളവരോടും പറയാനുള്ളത് നമ്മുടെ ആവശ്യമാണ്. നമുക്ക് കൂലി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു സദസ്സെന്ന് ഇപ്പം ചോദിച്ചാൽ നിർബന്ധിതരായി 10,000 തരാൻ കഴിയുന്നവരുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് ആളുകൾ കൈപ്പൊക്കാൻ നിർബന്ധിതരാകും. അങ്ങനെ നിർബന്ധിച്ചും നമ്മൾ കാശ് പിരിക്കാറില്ല. നിങ്ങൾക്ക് ഇതൊക്കെ നടക്കേണ്ട സംഗതിയാണ് എന്ന് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്നുണ്ടെങ്കിൽ ഇത് ഖുർആനാണ്. ഇനി ഇവിടെ ഈ ജലാലിയ പള്ളി നേരം വെളുത്ത് വൈകുന്നേരം അർദ്ധരാത്രി വരെ ഖുർആൻ ഖിറാഅത്ത് കൊണ്ട് ധന്യമാവുകയാണ്. അതിൻ്റെ ബറക്കത്ത് ഈ പരിസരങ്ങളിലൊക്കെ ലഭിക്കും. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഈ പരിസര പള്ളികളിലുള്ള ഖബർസ്ഥാനികളിൽ അന്തിയുറങ്ങുന്ന ഉപ്പമാരിലേക്കും ഉമ്മമാരിലേക്കും അള്ളാഹു അതിൻ്റെ സവാബിന് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. നിങ്ങൾക്കിതൊരു അനിവാര്യമാണ് എന്ന് മനസ്സ് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാൻ ഇവിടെ ക്യാൻറ്റീൻ സംവിധാനം ചെയ്യാനുണ്ട്. അതിൻ്റെ കമ്പികളൊക്കെ ഇറക്കി
മുകളിൽ കുട്ടികൾക്ക് കുളിക്കാനും ദർസ് നടക്കാത്തൊരു സ്ഥലമാണല്ലോ, കുളിക്കാനും അലക്കാനും സംവിധാനം ചെയ്യണം. ഭക്ഷണം താൽക്കാലികമായി നമ്മൾ പുറത്തുനിന്ന് ഉണ്ടാക്കി ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. ഇങ്ങനെയൊക്കെയാണ്. നിങ്ങൾക്കൊക്കെ കൂടിത്തരാൻ കഴിയെങ്കിൽ, അതല്ലെങ്കിൽ ശാരീരികമായി ഇവിടെ വന്നൊന്ന് ആളാവാൻ കഴിയെങ്കിൽ നമുക്ക് സന്തോഷമാണ്. മാനസികമായി സപ്പോർട്ട് ചെയ്യാൻ കഴിയെങ്കിൽ സന്തോഷമാണ്. കഴിയുന്നവരാണെങ്കിൽ സാമ്പത്തികമായിട്ടും സപ്പോർട്ട് ചെയ്ത് നിങ്ങളിതിൻ്റെ കൂടെ നിന്നാൽ നമുക്കൊക്കെ കൂലിയാണ് കിട്ടേണ്ടത്. ആഖിറത്തിൽ രക്ഷപ്പെടണം, ഖബറിൽ രക്ഷപ്പെടണം. ഒത്തൊരുമയോടെ നമ്മൾ മുന്നോട്ട് പോയാൽ ഒരുപാട് ഖുർആൻ പഠിച്ച, വെറും വേഷം മാത്രം പോരാ, ഉള്ളിൽ തഖ്വ നിറച്ച, നല്ല ആത്മാർത്ഥമായി നല്ല സ്വഭാവമുള്ള, നല്ല സംസാരമുള്ള, നല്ല സംസ്കാരമുള്ള നല്ല ഒരു പറ്റം പണ്ഡിതരെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങളെല്ലാവരും അതിന് ഞങ്ങളുടെ ഇതിന് കബൂലിയത്തിന് വേണ്ടിയിട്ടും ഇതിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിൽ സഹായകമാകും വിധം നിങ്ങൾ ഒറ്റക്കുള്ള ദുആയിലും കൂട്ടമുള്ള ദുആയിലും ഒക്കെ ഉൾപ്പെടുത്തി. ചെറിയ മക്കളാണ്, പരമാവധി ഒരു ഡിസിപ്ലിൻ നമ്മൾ ക്രോഡീകരിച്ചിട്ടുണ്ട്. ഡ്രസ്സിൽ പ്രത്യേകമായ കോഡുണ്ട്. വൃത്തിയെക്കുറിച്ച് എപ്പോഴും നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അവർക്ക് ഓരോരുത്തർ 2 പേർക്ക് വീതം ഷെൽഫും സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഒരു വൃത്തികേടും നമ്മളെ തിയറി പ്രകാരം പുറത്ത് കാണാൻ പാടില്ല. എല്ലാ തർബിയത്ത് നിരന്തരമായി അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തലപ്പാവതരിക്കാത്തൊരു മുദരിസിനെ പോലും നമ്മൾ ഇവർക്ക് ഈ ഫുദലി നമ്മൾ നിയമിച്ചു കൊടുക്കാറില്ല. കണ്ട് പഠിക്കാൻ പറ്റിയ ഉസ്താദുമാരെ മാത്രമേ അപ്പോയിൻമെൻറ്റ് ചെയ്യാറുള്ളൂ. ഇതൊക്കെ ഉണ്ടെങ്കിലും കുട്ടികളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചെറിയ അപാകതകളോ എവിടെയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല ബുദ്ധിയ ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് ഉപദേശിച്ചു കൊടുക്കുകയോ ഞങ്ങളോട് ഇൻഫോം ചെയ്യുകയോ ചെയ്ത് നമുക്കിവരെ ഒരു നിലയിലേക്ക് എത്തിക്കുക എന്നതാണ് പ്രധാനം. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മുഖ്ലിസീങ്ങളായ ഖാദിമീങ്ങളായ ഒരു പറ്റം പണ്ഡിതരെ ഇവിടെ നിന്ന് വാർത്തെടുക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനുവേണ്ടി ദുആയിലുണ്ടാവണമെന്ന് പ്രത്യേകിച്ച് നമ്മളെ വന്യരായ ഉസ്താദുമാരോടും മറ്റു നാട്ടുകാരോടും നിഷ്കളങ്കരായ പ്രവർത്തകരോടും എല്ലാവരോടും ആവശ്യപ്പെട്ടുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഹിഫ്ളിൻ്റെ കരിക്കുലം ലിഖിതമായ കോപ്പി അതിൻ്റെ ഔദ്യോഗികമായ പുറത്തിറക്കൽ നടന്നിട്ടില്ല. അതിപ്പോൾ പേരോട് ഉസ്താദ് നിർവഹിക്കും. നമ്മൾ ദർസിന് വേണ്ടി കൃത്യമായി ക്രോഡീകരിച്ച ഒരു ലിഖിതമായ കോപ്പി, അതാണ് വടശ്ശേരി ഉസ്താദ് പറഞ്ഞത്. അതിൽ ഓരോ വർഷവും കുട്ടി എന്തൊക്കെ ടാസ്കുകൾ പൂർത്തീകരിക്കണം, നമ്മളെല്ലാ മൗലിദും ചൊല്ലി പഠിപ്പിക്കും. അത് നമ്മളെ പുതിയൊരു കാലത്തുള്ള പ്രശ്നം എന്ന് വെച്ചാൽ പഴയകാല ആലിമീങ്ങളെക്കുറിച്ച് പഠിക്കുന്നില്ല. പുതിയൊരു തലമുറക്ക് ഒന്നും അറിയില്ല. അപ്പോൾ നമ്മൾ കൃത്യമായി ഓരോ വർഷത്തേക്കും ഷെഡ്യൂൾ ചെയ്ത് ആരാണ് ഷാലിയാത്തി, ആരാണ് ഇ കെ ഉസ്താദ്, ആരാണ് കണ്ണിയത്ത് ഉസ്താദ്, ഇതൊക്കെ ഷെഡ്യൂൾഡ് ആയിട്ട് പഠിപ്പിക്കുന്ന സിസ്റ്റമാണ് ഇതിലുള്ളത്. അത് ആത്മീയ മാത്രമല്ല ഭൗതികമായി കുട്ടികൾക്ക് പുതിയ കാലത്തെ ആപ്ലിക്കേഷനുകൾ യൂസ് ചെയ്യുന്നത് അറിയണം. കിബില ഫൈൻഡർ എല്ലാ ഫോണിലും ഉണ്ട്. പക്ഷെ ഒരു സ്ഥലത്തെത്തിയാൽ എങ്ങനെ നോക്കണമെന്ന് പലർക്കും അറിയൂല. അതിനെക്കുറിച്ച് എല്ലാ വിഷയങ്ങളും പഠിപ്പിക്കുന്ന ഇവർക്ക് കൃത്യമായി കളരികളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ മെമൻ്റോ ഇവിടെ വിതരണം ചെയ്യാനുണ്ട്. എല്ലാവരും ഭംഗിയായി ഈ സദസ്സ് പൂർത്തിയായി നമുക്ക് തിരിച്ചു പോകണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.